ഡോക്ടർമാരെ രക്ഷിക്കൂ, ആരോഗ്യ രംഗത്തെ സംരക്ഷിക്കൂ. നമസ്കാരം, പെരിനാട് ന്യൂസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം മനുഷ്യ മനസ്സിനെ നടുക്കിയ ഒരു ദാരുണ സംഭവമാണ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ നടന്നത്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്ന കുട്ടി മരിച്ചതിനെ തുടർന്ന് ആ കുട്ടിയുടെ അച്ഛൻ ഒരു കൊടിവാളുമായിട്ട് വന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറുടെ തലയിൽ അതിമാരകമായി വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവമാണ് ആശുപത്രി മതിലുകൾക്കുള്ളിൽ അരങ്ങേറിയത്. ഡോക്ടർ ന്യൂറോ സർജറി ഐസിയുവിലാണ്. പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഒരു കുഞ്ഞിന്റെ ജീവൻ ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം അത് വിലപ്പെട്ടതും വേദനാജനകവുമാണ്. എന്നാൽ അതിന്റെ പേരിൽ വേറൊരാളെ ആക്രമിക്കുന്നതും അപായപ്പെടുത്തുന്നതും ജീവന് ഭീഷണിയാകുന്നതും ഒരിക്കലും ന്യായീകരിക്കത്തക്കതല്ല. കോപത്തിലും വേദനയിലും മാനുഷിക മൂല്യങ്ങളും മനുഷ്യത്വവും നഷ്ടപ്പെടുമ്പോൾ അതിന്റെ നാശം ആ സമൂഹത്തിന് മൊത്തത്തിലായിരിക്കും. കാരണം ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു ആരോഗ്യ പ്രവർത്തകൻ ആശുപത്രിയിൽ എത്തുന്നത് രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ്. മനഃപൂർവ്വം ആരും ഒരാളെയും അപകടത്തിൽ ആക്കുന്നില്ല. പ്രത്യേകിച്ച് അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്നത് വളരെ ഭീകരവും ഭയാനകവുമായിട്ടുള്ള ഒരു രോഗമാണ്. ഈ അപൂർവ രോഗം പിടിപെട്ട് 95% ആൾക്കാരും മരണത്തിലേക്ക് കൂപ്പുകുത്തുകയാണ്. രോഗി ഒരു രണ്ടാമത്തെ സ്റ്റേജിൽ, സെക്കൻഡ് സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ ആ രോഗിയെ രക്ഷിക്കുവാനായിട്ട് ആർക്കും കഴിയുകയില്ല എന്നുള്ളത് ഒരു നഗ്നമായ സത്യമാണ്. കാരണം ഇന്ത്യയിൽ ഇതിന് ഫലപ്രദമായ യാതൊരു മരുന്നുകളും ഇതുവരെ നിലവിലില്ല. ഇപ്പോൾ താൽക്കാലികമായി അംബോറ്ററിസിൻ ബി, മിൽറ്റേഫോസിൻ പോലെയുള്ള ചില ആന്റി ഫംഗൽ മരുന്നുകളാണ് താൽക്കാലികമായി നൽകുന്നത്. പ്രധാനമായും നമ്മൾ ചെയ്യേണ്ടത് ഈ രോഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ രോഗം വരാതിരിക്കാതിരുന്നതിനെ കുറിച്ചുള്ള ഒരു അവബോധം ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ്. പെരിനാട് ന്യൂസിന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഈ രോഗത്തെക്കുറിച്ചും രോഗം എങ്ങനെ പടരുന്നു, രോഗം വരാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം തുടങ്ങി ക്ലോറിനേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. ആ വീഡിയോ കാണാത്തവർ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ വീഡിയോ കാണുക, മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഈ ഒരു അവബോധം ജനങ്ങളിൽ എത്തിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായി മാറിയിരിക്കുക. ആശുപത്രി എന്ന് പറയുന്നത് ഒരു ദേവാലയം പോലെയാണ്. ഒരു രോഗിയുടെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി ഊണും ഉറക്കവും കളഞ്ഞ് യഥാർത്ഥമായി പണിയെടുക്കുന്ന ഡോക്ടർമാരെയും ആരോഗ്യ പ്രവർത്തകരെയും ആക്രമിക്കുക എന്നുള്ളത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. കാരണം ആശുപത്രികളിൽ ഡോക്ടർമാരുടെ ജീവന് സുരക്ഷയില്ലെങ്കിൽ പിന്നെ ആരാണ് രോഗിയെ ചികിത്സിക്കുക, രോഗിയെ സംരക്ഷിക്കുക? പ്പോൾ ആരോഗ്യ പ്രവർത്തകരെ ആക്രമിക്കുന്നത് കുറ്റകരവും ശിക്ഷാർഹവുമാണ്. ഹെൽത്ത് കെയർ സർവീസ് പേഴ്സൺ ആൻഡ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് വയലൻസ് ആൻഡ് ഡാമേജ് ടു പ്രോപ്പർട്ടി ആക്ട് പ്രകാരം ആരോഗ്യ പ്രവർത്തകരെയോ ഡോക്ടർമാരെയോ ആക്രമിക്കുന്നവർക്ക് കടുത്ത ശിക്ഷ നൽകും. അത് കർശനമായി നടപ്പാക്കണം. ഇതിന്റെ മരണം ഏതൊരാളെ സംബന്ധിച്ചിടത്തോളവും വളരെ വേദനാജനകമാണ്. അതിനെ നമ്മൾ സഹാനുഭൂതിയോടെയും സഹതാപത്തോടെയും കാണണം. എന്നാൽ അതിന്റെ പേരിൽ ഒരു നിയമം കയ്യിലെടുക്കുന്നത് അല്ലെങ്കിൽ അക്രമം അഴിച്ചുവിടുന്നതിനെ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. ഇവിടെ മരണവുമായി യാതൊരു ബന്ധവുമില്ലാത്ത അല്ലെങ്കിൽ അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന ശാസ്ത്രലോകം പകച്ചു നിൽക്കുന്ന ഒരു അതിഭയാനക രോഗം വന്ന് രോഗി മരിക്കാനിടയായ സാഹചര്യത്തിൽ നിയമം കയ്യിലെടുക്കുന്നതിനെ ഒരിക്കലും നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഒരിക്കലും അതിനോട് താതാത്മ്യം പ്രാപിക്കുക വളരെ പ്രയാസമാണ്. മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ആശുപത്രികളിൽ പണിയെടുക്കുന്ന ആരോഗ്യ പ്രവർത്തകരുടെയും ഡോക്ടർമാരുടെയും ജീവന് സുരക്ഷിതത്വം നൽകാൻ കഴിയണം. പെരിനാട് ന്യൂസ് ഈ ആരോഗ്യ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ ഡോക്ടർമാർക്കുള്ള സുരക്ഷയ്ക്കുള്ള കുറച്ച് നിർദ്ദേശങ്ങളാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. ഈ എളിയ നിർദ്ദേശങ്ങൾ ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രിയും സർക്കാരും അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നത് രോഗിയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് തുല്യമാണ്. ഒന്ന്, എല്ലാ ആശുപത്രികളിലും മതിയായ ഡോക്ടർമാരെയും ആരോഗ്യ പ്രവർത്തകരെയും ഉടൻ നിയമിക്കുക. ആശുപത്രി സുരക്ഷ, അതായത് രോഗികളുടെയും ഡോക്ടർമാരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്.
എല്ലാ ഹോസ്പിറ്റലുകളിലും പോലീസ് ഔട്ട് പോസ്റ്റുകൾ, പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള സർക്കാർ ആശുപത്രികളിൽ പോലീസ് ഔട്ട് പോസ്റ്റുകൾ സ്ഥാപിക്കുക. കൂടാതെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥനെ അത്യാഹിത വിഭാഗത്തിൽ ഉടൻ നിയമിക്കുക. 3. ആശുപത്രിയുടെ പ്രധാന കവാടങ്ങളിൽ അല്ലെങ്കിൽ പ്രധാന ഭാഗങ്ങളിൽ CCTVകൾ സ്ഥാപിക്കുക. കാരണം ആശുപത്രിയുടെ സുരക്ഷ ഉറപ്പുവരുത്താനും തെളിവുകൾ വളരെ കർക്കശമായി ഉറപ്പിക്കുന്നതിനും ഇത് വളരെ സഹായിക്കും. CCTV മോണിറ്റർ ചെയ്യാനായിട്ട് ഒരു ഉദ്യോഗസ്ഥനെ സ്ഥിരമായിട്ട് സദാ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് അവിടെ നിയമിക്കുക. രോഗിയുടെ ബന്ധുക്കൾക്ക് ആവശ്യമായ കൗൺസിലിംഗ് നൽകുക. കാരണം രോഗിയുടെ രോഗാവസ്ഥയെക്കുറിച്ചും ആക്രമണങ്ങൾ ഉണ്ടാവാതിരിക്കാനും തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാനും ആശുപത്രിയിൽ ഒരു സമാധാന അന്തരീക്ഷം നിലനിൽക്കാനും ഇത് വളരെ സഹായിക്കും. 6. ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ ഉതകുന്ന അടിയന്തര നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉടനടി ഉണ്ടാവണം. ഡോക്ടർ രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടും അത് സാധിക്കാതെ വന്നാൽ അതിന് അദ്ദേഹത്തിന് അശ്രദ്ധയുണ്ടായിട്ടില്ലെങ്കിൽ ആ ഡോക്ടറെ കുറ്റപ്പെടുത്തുവാനായിട്ട് ഒരിക്കലും നമ്മൾക്ക് കഴിയില്ല. ഡോക്ടറെ കുറ്റക്കാരനാക്കുന്നത് നമ്മളിലുള്ള അന്ധമായ വിശ്വാസമാണ്, തെറ്റിദ്ധാരണയാണ്. ക്ഷിപ്രകോപമാണ് പലപ്പോഴും അക്രമങ്ങൾക്കുള്ള മെയിനായിട്ടുള്ള കാരണം സർക്കാർ ഡോക്ടർമാർ കോടികൾ കൊടുത്ത് സീറ്റ് വാങ്ങിയവരല്ല, മറിച്ച് അവർ രാവും പകലും അത്യധ്വാനം ചെയ്ത് ഉറങ്ങാതെയും ഉണ്ണാതെയും കഷ്ടപ്പെട്ട് പഠിച്ച് ആ ഒരു സ്ഥാനത്തിലേക്ക് എത്തിയവരാണ്. കഠിനാധ്വാനവും വിയർപ്പും കണ്ണുനീരും ചേർന്നാണ് അവർ ആ സ്ഥാനം നേടിയത്. അലംഭാവം തീർച്ചയായും ശിക്ഷിക്കപ്പെടണം. പക്ഷേ അതിൻ്റെ പേരിൽ മുഴുവൻ ഡോക്ടർമാരെയും കുറ്റപ്പെടുത്തുന്നത്, അവഹേളിക്കുന്നത് ഒരിക്കലും ശരിയല്ല. രോഗികളുടെ ജീവൻ രക്ഷിക്കാൻ രാത്രിയും പകലും ആത്മാർത്ഥമായി പണിയെടുക്കുന്ന ഡോക്ടർമാരുടെ ജീവൻ രക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്, ഈ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ആശുപത്രി മതിലുകൾക്കുള്ളിൽ ഒരു ഡോക്ടർക്കും ഭയത്തോടെ ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യം ഇനി ഉണ്ടാവരുത്. ഡോക്ടർമാർക്ക് സുരക്ഷ ലഭിക്കുമ്പോഴാണ് ആരോഗ്യ മേഖലയ്ക്ക് കരുത്ത് ലഭിക്കുന്നത്. ഡോക്ടർമാരെ സംരക്ഷിക്കുക, ആരോഗ്യ മേഖലയെ, ആരോഗ്യത്തെ, രോഗികളെ രക്ഷിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുമിത്രാദികൾക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും കൂടുതൽ ഇൻഫർമേറ്റീവായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ഓക്കെ, ബൈ, ടേക്ക് കെയർ.